നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 പാപ്പയെ തന്റെ മാതൃരാജ്യമായ അർജന്റീന സന്ദർശിക്കുവാൻ ക്ഷണിച്ച് പ്രസിഡന്റ് ഹാവിയർ മിലൈ ഔദ്യോഗികമായി കത്ത് നൽകി. 2026 ഫെബ്രുവരി 11 വത്തിക്കാനിലെ വിദേശകാര്യമന്ത്രി പാബ്ലോ കിർണോ വഴിയാണ് പാപ്പയ്ക്കുള്ള ഈ ഔദ്യോഗിക ക്ഷണം കൈമാറിയത്. നേരത്തെ 2025 ജൂണിൽ പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വാക്കാൽ ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ സർക്കാർ തലത്തിൽ ഔദ്യോഗികമായ ഒരു കത്തിലൂടെ ക്ഷണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പാപ്പ ഈ ക്ഷണം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏകദേശം 4 പതിറ്റാണ്ടിന് ശേഷം ഒരു മാർപ്പാപ്പ അർജന്റീനയിൽ നടത്തുന്ന ആദ്യ സന്ദർശനമായിരിക്കും. 2026 അവസാന പകുതിയോടെ സന്ദർശനം ഉണ്ടായേക്കുമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. മിസിസിപ്പിയിലെ ജാക്സൺ രൂപതയിൽ നിന്നുള്ള സുപ്രധാന വാർത്തയനുസരിച്ച് പ്രമുഖ ആഫ്രിക്കൻ അമേരിക്കൻ കത്തോലിക്ക നേതാവായ സിസ്റ്റർ തിയ ബോമാന്റെ വിശുദ്ധ പദവിയിലേക്കുള്ള നാമകരണ നടപടികൾ പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സിസ്റ്റർ തിയയുടെ ജീവിതത്തെയും പുണ്യങ്ങളെയും കുറിച്ചുള്ള രൂപതാതല അന്വേഷണങ്ങൾ ഔദ്യോഗികമായി പൂർത്തിയാക്കിയ ബിഷപ്പ് ജോസഫ് കോപ്പക്സ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വത്തിക്കാനിലെ വിശുദ്ധർക്കായുള്ള തിരുസംഘത്തിന് സമർപ്പിക്കുന്നതിനായി മുദ്രവെച്ചു. 1990 അന്തരിച്ച സിസ്റ്റർ തിയ സഭയിലെ വംശീയ വിവേചനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും ആഫ്രിക്കൻ അമേരിക്കൻ സംസ്കാരത്തെ കത്തോലിക്ക വിശ്വാസവുമായി കോർത്തിണക്കുവാൻ പ്രയത്നിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അർബുദ രോഗത്തിന്റെ തളർച്ചയിലും ചക്രക്കസേരയിലിരുന്ന് സുവിശേഷ പ്രഘോഷണം നടത്തിയ അവരുടെ ജീവിതം വത്തിക്കാൻ ഇനി സൂക്ഷ്മമായി പരിശോധിക്കും. കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സന്നദ്ധ സംഘടനയായ കാരിത്താസിന് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ച് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ജെറുസലേമിലും ഗാസ പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വന്നിരുന്ന സന്നദ്ധ സഹായ സംഘടനകൾക്കും വിദേശികൾക്കും പ്രത്യേക നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്ന വിലക്കിൽ നിന്നാണ് ജെറുസലേം കാരിത്താസ് സംഘടനയെ ഒഴിവാക്കിയത്. ഇത് സംബന്ധിച്ച വാർത്ത ഫെബ്രുവരി 10 ജെറുസലേം കാരിത്താസ് സ്ഥിരീകരിച്ചു. ഇതോടെ പുതിയ തീരുമാനങ്ങൾ പ്രകാരം ഇസ്രായേൽ സർക്കാർ സംഘടനകളോടും വിദേശികളോടും ആവശ്യപ്പെട്ടിരുന്ന പുതുക്കിയ രജിസ്ട്രേഷൻ കാരിത്താസ് സംഘടനയ്ക്ക് ആവശ്യമുണ്ടാകില്ല. ലോകത്തിലെ അർത്ഥശൂന്യമായ വാക്കുകൾക്കിടയിൽ മനുഷ്യഹൃദയത്തിന്റെ ദാഹം തീർക്കുവാനും ജീവിതത്തിന് ശരിയായ അർത്ഥം നൽകുവാനും ദൈവവചനത്തിന് മാത്രമേ സാധിക്കൂവെന്ന് ലിയോ 14 പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണങ്ങളെക്കുറിച്ചുള്ള മതബോധന പരമ്പരയുടെ ഭാഗമായി ദൈവിക വെളിപാട് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെബ്രുവരി 11 ലോക രോഗീ ദിനമായതിനാൽ ലൂർദ് മാതാവിന്റെ തിരുരൂപത്തിന് മുന്നിൽ മെഴുകുതിരി തെളിയിച്ചുകൊണ്ടാണ് പാപ്പ പൊതുകാര്യ പരിപാടികൾ ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള രോഗികൾക്കും അവരെ പരിചരിക്കുന്നവർക്കും വേണ്ടി അദ്ദേഹം പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. കൊളംബിയയിലെ കോർഡോബ പ്രവിശ്യയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി കത്തോലിക്ക സഭയും വിവിധ സന്നദ്ധ സംഘടനകളും. പ്രളയബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കുന്നതിനായി സഭയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ കോർഡോബയിലെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. വീടുകളും കൃഷിയിടങ്ങളും നശിച്ചതോടെ 10,000-കണക്കിന് ആളുകളാണ് അഭയാർത്ഥികളായി മാറിയത്. ഈ സാഹചര്യത്തിൽ ദുരിതബാധിതർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും എത്തിക്കുന്നതിനായി കത്തോലിക്ക രൂപതകളും ലാറ്റിൻ അമേരിക്കൻ കാരിത്താസ് പോലുള്ള സംഘടനകളും സജീവമായി രംഗത്തുണ്ട്. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.